വിശ്വാമിത്രൻ അഹല്യയുടെ ശിലാരൂപത്തെ കാണിച്ചുകൊടുത്തു. തൻ്റെ പാദാംബുജം ശ്രീരാമൻ ആ ശിലാരൂപത്തിൽ മെല്ലെ വയ്ക്കുകയും രാമോഹം എന്നു പറയുകയും ചെയ്തു. മാത്രമല്ല, മുനി പത്നിയുടെ മുമ്പാകെ വണങ്ങുകയും ചെയ്തു. അപ്പോൾ അഹല്യാഹൃദയത്തിലുളവായ ആനന്ദത്തിനളവില്ല. അതു പ്രതിഷ്ഠിച്ചാണല്ലോ രാമപാദ ജപത്തോടുകൂടി ദിവ്യസംവത്സരങ്ങൾ ഇവിടെ കഴിച്ചത്. ശ്രീരാമദേവൻ തന്നെയെന്ന് മനസ്സിൽ പറഞ്ഞ് ഉത്ഥാനം ചെയ്ത് അർഘ്യാദികൾ കൊണ്ടു അഹല്യാദേവി ഗാധിനന്ദനൻ ദാശരഥിയോടവം പറഞ്ഞാശുത്രിക്കയ്യും പിടിച്ചുടജാങ്കണം പുക്കാൻ. ഉഗ്രമാം തപസ്സോടും ഇരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനീവരൻ. ശ്രീപാദാംബുജം മെല്ലെ വെച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനി പത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നോരാനന്ദമേതും ചൊല്ലവതല്ലയല്ലോ. താപസ ശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സ വക്ഷസോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജദല സന്നിഭ നേത്രത്തോടും വാസവനീലമണി സങ്കാശ ഗാത്രത്തോടും വാസവാദ്യമരൗഘ വന്ദിത പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായി ദഹല്യയ്ക്ക്. തന്നുടെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോടു മുന്നം ഉര ചെയ്തതു മോത്താളപ്പോൾ. നിർണയം നാരായണൻ തനിതു ജഗന്നാഥൻ അർണോജവിലോചനൻ പത്മജ മനോഹരൻ. ഇത്തമാത്മനി ചിന്തിച്ചുത്ഥാനം ചെയ്തു ഭക്ത്യാ സത്വരം അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കളൊഴുകിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാത വന്ന ഗദ്ഗദ വർണ്ണത്തോടും അദ്വയനായോരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതനന്ദാബ്ധി മഗ്ധയായി സ്തുതി ചെയ്താൾ.